സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്താൻ സിബിഐ. മൊഴിയെടുക്കാൻ ചൊവ്വാഴ്ച വരാമെന്ന് ജയപ്രകാശ് സിബിഐയെ അറിയിച്ചു. വിവരങ്ങൾ സ്വാന്തന സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. സ്വാന്തന, സിബിഐ സിദ്ധാർത്ഥന്റെ മരണം ഏറ്റെടുത്തതിന് പിന്നാലെ നടപടികളെല്ലാം വേഗത്തിലാക്കുകയാണ്, അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയാണ്. ഇപ്പോൾ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ടുള്ള വിവരം. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? ഫർഷ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്നാണ് സിബിഐ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സിദ്ധാർത്ഥിന്റെ പിതാവായ ജയപ്രകാശിനെ മൊഴിയെടുക്കുവാനായി സിബിഐ വയനാട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാണ് എത്താൻ കഴിയുക എന്ന് സിബിഐ അദ്ദേഹത്തോട് അന്വേഷിച്ചു എന്നാണ് ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ തനിക്ക് ചൊവ്വാഴ്ച എത്താൻ കഴിയും, താൻ ചൊവ്വാഴ്ച വന്ന് മൊഴി നൽകാമെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനായ ജയപ്രകാശ് അവരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൽപ്പറ്റ ഡിവൈഎസ്പി ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ പിതാവായ ജയപ്രകാശിനെ വിളിച്ച് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തനിക്ക് ചൊവ്വാഴ്ച എത്തുവാൻ സാധിക്കും. ഇപ്പോൾ തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലം താൻ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു, നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ സിബിഐ അന്വേഷണം വന്നപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നീതി പുലരുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പിതാവുള്ളത്. അപ്പോൾ ആദ്യമായി സിബിഐ അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുകയാണ്. തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചോദിച്ചറിയുവാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ച തന്നെ താൻ എത്തി ഇതുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പറയാമെന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛനായ ജയപ്രകാശ് സിബിഐയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ സിബിഐ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും വെറ്റിനറി സർവകലാശാല പൂക്കോട് എത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിച്ചു പോയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഡിവൈഎസ്പിയെ കണ്ട് ഈ കേസ് മുൻപ് അന്വേഷിച്ചിരുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെയും അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല ഈ ഫയലുകളും മറ്റും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 അംഗ സിബിഐ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇന്ന് വയനാട് വെറ്റിനറി സർവകലാശാലയിലെത്തി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും തനിക്ക് നീതി ലഭിക്കുമെന്നും എന്ന് തന്നെയാണ് ഈ സിദ്ധാർത്ഥിന്റെ അച്ഛനായ ജയപ്രകാശ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫർഷ. ശരി, സ്വാന്തന സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.